അല്പം വ്യത്യാസമുണ്ടെങ്കിൽ കൂടിയും എനിക്ക് 2 മാസക്കാലം തിരുമേനി തന്ന ട്രെയിനിങ്, തിരുമേനി ഞങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിൽ 2 കട്ടിലിൽ കിടന്ന് ഉറങ്ങിയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും അന്ന് അവിടെയുള്ള ഭവനങ്ങൾ എല്ലാം സന്ദർശിച്ചും എനിക്ക് തന്ന ആ വളരെ റിച്ചായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അത് എൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ ഞാൻ എന്നും വളരെ വലിയ ഒരു അമൂല്യനിധിയായി സൂക്ഷിക്കുന്നുണ്ട്. അതൊന്ന് തുറന്നു പറയാൻ ഉള്ള ഒരു അവസരം, അതൊരു പൊതുവേദിയിൽ പറയാനുള്ള അവസരം എനിക്ക് ഇന്ന് വരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നുമില്ല. ഇപ്പോഴാണ് അങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹീത സദസ്സിൽ, ഈ സഭയിലെ ഒരു എളിയ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എന്നെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷ, പ്രത്യേകമായ യാതൊരു വിധത്തിലുള്ളതായ ട്രെയിനിങ്ങും ഇല്ലാതെ എന്നെ അവിടേക്ക് പറഞ്ഞയച്ചപ്പോൾ അതിലെന്നെ പാകപ്പെടുത്തിയെടുക്കുന്നതിൽ ഒത്തിരി സഹായിച്ച അഭിമന്യ തിരുമേനിയോട്, തോമസ് അച്ഛനോട് അന്ന് എനിക്ക് തുടങ്ങിയ ഒരു ആരാധന, അന്ന് അദ്ദേഹത്തോട് എനിക്ക് തോന്നിയതായ ഒരു പ്രത്യേക സ്നേഹവും ബന്ധവും, അതിന് ഇന്ന് വരെയും യഥാർത്ഥത്തിൽ ആ ബന്ധത്തിനൊരു കുറവും സംഭവിച്ചിട്ടില്ല. അഭിപ്രായങ്ങൾ ഉള്ളിടത്ത് നിശ്ചയമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അതുപോലുള്ളതായ അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലുള്ളതായ സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമൊക്കെ ഒരു സഭ എന്നുള്ള നിലയിൽ നിശ്ചയമായിട്ടും ഈ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. കോട്ടയം ഭദ്രാസനം യഥാർത്ഥത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു പ്രവർത്തന ശൈലിയുടെ ഭദ്രാസനമാണ്. കോട്ടയം ഭദ്രാസനം യാക്കോബായ സുറിയാനി സഭയിൽ ഒരു ഫേവറേറ്റ് ഡയോസിസ് ആണെന്ന് ഞാൻ പറയും. ഒരുപക്ഷെങ്കിൽ ഏറ്റവും വലിയ ഭദ്രാസനം, നമുക്ക് അഭിമാനമുള്ള ഒരു ഭദ്രാസനം അങ്കമാലി ഭദ്രാസനമാണ് എങ്കിൽ ഞങ്ങളുടെ എല്ലാം ഒരു ഫേവറേറ്റ് ഡയോസിസാണ് കോട്ടയം ഭദ്രാസനം. കോട്ടയത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അത് ഞാനിവിടെ വിവരിക്കേണ്ട കാര്യമില്ല, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാവുന്ന കാര്യവുമാണ്. കോട്ടയത്തിൻ്റെ ഈ പട്ടണത്തിൻ്റെ വെല്ലുവിളികൾക്കനുസരിച്ച് ഒരു സഭാ സമൂഹത്തിൽ എങ്ങനെയാണ് സാക്ഷ്യം നിർവഹിക്കേണ്ടതെന്നുള്ളതായ നല്ല ബോധ്യം ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള എല്ലാ അഭിമന്യരായ തിരുമേനിമാർക്കും ഉണ്ടായിട്ടുണ്ട്. കോട്ടയം ഭദ്രാസനം ഒരു ഫേവറേറ്റ് ഡയോസിസായി പറയാനുള്ള കാരണം, ഈ ഭദ്രാസനത്തെ ഒത്തിരി സ്നേഹിച്ചിട്ടുള്ള, ഈ ഭദ്രാസനം ഇന്നും നെഞ്ചിലേറ്റ് സ്നേഹിക്കുന്ന പുണ്യശ്ലോകനായ പരിശുദ്ധനായ ബസേലിയോസ് പൗലോസ് രണ്ടാമൻ ബാവായുടെ ഈ ഭദ്രാസനത്തോടുള്ള അടുപ്പവും സ്നേഹവും സഹവാസവും അതിന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു അനുഗ്രഹീത ഇടവക. സർവോപരി പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ സാന്നിധ്യവും നേതൃത്വവും എത്രമാത്രം ഈ ഭദ്രാസനത്തെ മുൻപോട്ട് നയിച്ചു എന്നുള്ളത് വാക്കുകളിൽ പറഞ്ഞറിയിക്കുക അസാധ്യമാണ്. പിന്നീട് അഭിമന്യനായ തീമോത്തിയോസ് തിരുമേനിയുടെ കടന്നുവരവും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ അനുഗ്രഹീത ഭദ്രാസനം, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലുള്ളതായ സഭ ഒരു സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് എല്ലാ തലങ്ങളിലും സൂക്ഷ്മതയോടുകൂടി വീക്ഷിച്ചും നിരീക്ഷിച്ചും അത് പ്രാവർത്തികമാക്കിയും കൊണ്ട് തിരുമേനി തൻ്റെ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകുന്നു. ഒത്തിരി പ്രശംസനീയമായ ധാരാളം ശുശ്രൂഷകൾക്ക് തിരുമേനി നേതൃത്വം കൊടുക്കുന്നുണ്ട്. ബാഹ്യകേരള ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയായി സുദീർഘകാലമുള്ള അദ്ദേഹത്തിൻ്റെ സേവനം വിസ്മരിക്കുക അസാധ്യമാണ്. തേഫലോസ് തിരുമേനി, പുണ്യശ്ലോകനായ തേഫലോസ് തിരുമേനി കാലം ചെയ്യുമ്പോൾ ബാഹ്യകേരള ഭദ്രാസനം ഒന്നുമായിരുന്നില്ല. ബാംഗ്ലൂരിലെ സെൻറ്റ് മേരീസ് ദേവാലയം പണിതത് അടക്കമുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസിലെല്ലാം തന്നെ യാക്കോബായ സുറിയാനി സഭയ്ക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നതിൽ അഭിമന്യനായ തീമോത്തിയോസ് തിരുമേനി അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുള്ളത് ഇവിടെ വിസ്മരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ തിരുമേനിയുടെ ദീർഘകാലത്തെ വീക്ഷണവും ശുശ്രൂഷയുമാണ് ഇന്ന് ബാഹ്യകേരള ഭദ്രാസനം 4 ഭദ്രാസനങ്ങളാക്കി തിരിക്കുന്നതിനുള്ളത് അടിത്തറയിട്ടതും അതിനുള്ളതായ പ്രവർത്തനങ്ങൾ തിരുമേനിയിലൂടെ ആരംഭിച്ചതാണ് ഈ അടുത്ത കാലങ്ങളിൽ പൂവണിഞ്ഞത് എന്നുള്ളതും അതിൻ്റെയും എല്ലാ വിധത്തിലുള്ളതായ പ്രശംസയും തിരുമേനിയിൽ തന്നെ ചെന്നെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുൻ ബാഹ്യകേരള ഭദ്രാസനത്തിലെ ആർക്കും തന്നെ തിരുമേനിയെ ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള
അവരുടെ വളർച്ചയുടെയും ഭദ്രാസനത്തിൻ്റെ വളർച്ചയുടെയും നിലനിൽപ്പിൻ്റെയും ഒരു ഫാക്ടർ, ഒരു ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ഘടകമായി ആ ഭദ്രാസനങ്ങൾ, ഇപ്പോഴുള്ള ഭദ്രാസനങ്ങളിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് കേൾക്കുമ്പോഴും ഞാൻ പറയുന്നത് ഒരു നിശ്ചയമായിട്ടും അതിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, കോട്ടയം ഭദ്രാസനം വേറിട്ട് നിൽക്കുന്ന ഒരു ഭദ്രാസനമാണ് എന്ന്. ഒന്നിനായ പുളിക്കപ്പറമ്പിൽ ജോസഫ് കോറപ്പിസ്കോപ്പ അച്ഛൻ്റെ കാലം മുതൽക്ക് എനിക്കറിയാം ഒരു ഭദ്രാസനം എങ്ങനെയൊക്കെ അതിൻ്റെ ഓഫീസ് ഫങ്ഷൻ ചെയ്യണം, വൈദികരുടെ ശമ്പളം, വൈദികരുടെ പൂളിംഗ് സംബന്ധിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ കമ്മ്യൂണിക്കേഷൻസുമൊക്കെ ഇത്ര ശ്രേഷ്ഠമായ നിലയിൽ അത് ഓർഗനൈസ് ചെയ്ത് ഒരു പാരമ്പര്യം ഈ ഭദ്രാസനത്തിന് രൂപപ്പെടുത്തിയെടുത്തത് യഥാർത്ഥത്തിൽ കാലം ചെയ്ത ദിവംഗതനായ പുളിക്കപ്പറമ്പിൽ ജോസഫ് കോറപ്പിസ്കോപ്പ അച്ഛനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മുതൽക്കിങ്ങോട്ട് യഥാർത്ഥത്തിൽ ഈ ഭദ്രാസനം എന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ഭദ്രാസനം തന്നെയാണ്. ഇന്നത്തെ ഈ പബ്ലിക് മീറ്റിംഗ് തന്നെ എടുത്തു നോക്കിയാൽ നിശ്ചയമായിട്ടും അതിനും അതിൻ്റേതായ ഒരു പുതുമയുണ്ട്. ഈ യോഗം നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് ഒട്ടും തന്നെ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും ഇവിടെ വലിയ പ്രസക്തിയൊന്നുമില്ല. ഞാൻ ആ ഭാഗമൊക്കെ വിടട്ടെ. എനിക്ക് അഭിനന്ദനായ തിരുമേനിയോടുള്ള ആദരവും അദ്ദേഹത്തോടുള്ളതായ ബഹുമാനവും അദ്ദേഹത്തോടുള്ള കടപ്പാടുമൊക്കെ എത്രമാത്രമുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്ന ഭാഷകളിലൊക്കെ ഞാനിവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ടും തിരുമേനിയുടെ 50 വർഷക്കാലത്തെ ശുശ്രൂഷ ഈ സഭയ്ക്ക് എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്നുള്ളതും, മെത്രാപ്പോലിത്ത എന്നുള്ള നിലയിൽ തൻ്റെ ശുശ്രൂഷ, പ്രത്യേകിച്ചും 1996 സുപ്രീം കോടതി വിധിക്ക് ശേഷമുള്ള സഭാന്തരീക്ഷത്തിൻ്റെ കലുഷിതമായ സാഹചര്യങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ അഭിനന്ദനായ തിമോത്തിയോസ് തിരുമേനി എടുത്ത വളരെ സുധീരമായ ധൈര്യസമേതമുള്ള തീരുമാനം ഈ സഭയ്ക്ക് ഒരു കാലത്തും മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. 96 മുതൽക്കുള്ള 2 വർഷക്കാലം ഒരു ടോട്ടൽ കൺഫ്യൂഷൻ്റെ കാലം തന്നെയായിരുന്നു. സുപ്രീം കോടതി വിധിയും അതിനനുബന്ധമായിട്ടുള്ള വിധികളും മറ്റ് നടപടിക്രമങ്ങളും അസോസിയേഷനും, പരിമല അസോസിയേഷനും, പുത്തൻകുരിശ് അസോസിയേഷനും, യാക്കോബായ സഭയുടെ 2000 കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം സഭയുടെ സുപ്രധാനമായ ഓരോ സന്ദർഭങ്ങളായിരുന്നു. 2-3 മെത്രാപ്പോലിത്തന്മാർ, 4 മെത്രാപ്പോലിത്തന്മാർ സഭ വിട്ടുപോയ സന്ദർഭങ്ങൾ, ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഈ അനുഗ്രഹീത സഭയോട് ചേർന്ന് നിന്ന്, പരിശുദ്ധ സിംഹാസനത്തോട് ചേർന്ന് നിന്ന്, സഭാ നേതൃത്വത്തോട് ചേർന്ന് നിന്ന് ഏറ്റവും സുശക്തമായ നിലയിൽ സഭയെ മുൻപോട്ട് നയിക്കുന്നതിൽ അഭിനന്ദനായ തിമോത്തിയോസ് തിരുമേനി വഹിച്ചിട്ടുള്ള പങ്ക് മറന്നു പോകുന്നത് തികച്ചും നന്ദികേടാണ്. അത് വിസ്മരിക്കുവാൻ ഓർമ്മശക്തിയുള്ള ആർക്കും സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ നേർക്കാഴ്ചകളും അതിൻ്റെ അനുഭവസത്തയും ഏറ്റവും കൂടുതൽ അടുത്ത് അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഒരു സന്ദർഭത്തിൽ എന്നോട് ചോദിച്ചു, തിരുമേനിയുടെ ഉദ്ദേശം എന്താണെന്ന് എന്നോട് ചോദിച്ചു. ഒരുപക്ഷെ അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടായിരിക്കാം. എന്നെ ഒത്തിരി തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് 96, 97, 98 കാലഘട്ടങ്ങൾ. അന്ന് മറ്റ് സഭ വിട്ടുപോയ മെത്രാപ്പോലിത്തന്മാരോടൊപ്പം ഞാൻ പോകുമെന്നുള്ള ഒത്തിരി വാർത്തകൾ അവിടെയും ഇവിടെയുമൊക്കെ പരത്തുകയുണ്ടായി. പക്ഷേ തിമോത്തിയോസ് തിരുമേനിയുമായി കാര്യങ്ങൾ എപ്പോഴും ആശയവിനിമയം നടത്തുകയും സഭയെടുക്കുന്ന തീരുമാനത്തിനോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്ത ഒരു കാലഘട്ടമാണ്. 98 മുതൽക്കുള്ള കാലഘട്ടം തികച്ചും സങ്കീർണമായിരുന്നു. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഓരോ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ശ്രേഷ്ഠ ബാബ തിരുമേനി എന്ന ദിവനാസ്യോസ് തിരുമേനിയാണ്. ദിവനാസ്യോസ് തിരുമേനിയും ഞാനും മാത്രമേ സ്ഥലത്തുള്ളൂ. പെരുമ്പള്ളി തിരുമേനിയുടെ കാലശേഷം കാര്യങ്ങൾ പിന്നെ തീരുമാനമെടുക്കുന്നതിലുമൊക്കെ പ്രത്യേകിച്ചും ഞങ്ങൾ 2 പേരുമാണ് ഒരുമിച്ച് നിന്നത്. അന്ന് ഓരോ സന്ദർഭങ്ങളിലും ഒരു ടെലിഫോൺ കോൾ മാത്രം മതി. തിരുമേനി ഒരു പക്ഷേങ്കിൽ ബാഹ്യകേരള ഭദ്രാസനത്തിൻ്റെ ചുമതലയുമായി ബന്ധപ്പെട്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റിലായിരിക്കും. ആ സന്ദർഭങ്ങളിലെല്ലാം അഭിനന്ദനായ തിമോത്തിയോസ് തിരുമേനിയും അതുപോലെ തന്നെ മലബാർ ഭദ്രാസനത്തിൻ്റെ വലിയ മെത്രാപ്പോലിത്തയായ മോർ ഫിലക്സിനോസ് തിരുമേനിയും, ഇവർ 2 പേരോടും ഒരു ടെലിഫോണിലൂടെയുള്ള ഒറ്റ സംഭാഷണത്തിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന നിലയിൽ നടപ്പാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് 96 ശേഷമുള്ള സഭയുടെ ചരിത്രത്തിലെ 98, 99, 2000 വർഷവും അതിനുശേഷമുള്ള വർഷങ്ങളിലെയും
ഓരോ സുപ്രധാന തീരുമാനങ്ങൾക്കും പിന്നിൽ ഈ തിരുമേനിമാരുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ശ്രേഷ്ഠ ബാവ തിരുമേനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നിശ്ചയമായിട്ടും ഇന്ന് നമ്മുടെ സഭ വന്നു നിൽക്കുന്ന ഈ വളർച്ചയുടെ പടവുകളിൽ തിമോത്തിയോസ് തിരുമേനിയുടെ കോൺട്രിബ്യൂഷൻ ആർക്കും നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ വിശ്വസിക്കുന്നു അഭിവന്ദനായ തിമോത്തിയോസ് തിരുമേനിക്ക് ഇപ്പോൾ 65 വയസ്സ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ദൈവം ആയുസ്സ് കൊടുക്കണമെന്നുള്ളതായ പ്രാർത്ഥനയാണ് എനിക്കിവിടെ നിർവഹിക്കുവാനുള്ളത് ദൈവസന്നിധിയിൽ. അദ്ദേഹത്തിന് 50 വർഷക്കാലം അദ്ദേഹം ഈ ശുശ്രൂഷയിൽ ശമാശനായ കാലം മുതൽക്ക് ശ്രേഷ്ഠ പുണ്യശ്ലോകനായ പരിശുദ്ധനായ ബസേലിയോസ് പൗലോസ് രണ്ടാമൻ ബാവായുടെ ഒരു നിഴൽ പോലെ അദ്ദേഹത്തെ എന്നും അതിശ്രേഷ്ഠതയോടുകൂടി ആരാധിക്കുകയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു രീതിയായിരുന്നു തിമോത്തിയോസ് തിരുമേനിക്ക്. സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മറ്റൊരു സമുദായത്തിൽ ചേർന്നാൽ പോലും ഓർത്തഡോക്സ് സഭയിൽ ചേരില്ല എന്നുള്ള വളരെ ശക്തമായ അഭിപ്രായം തുറന്നു പറഞ്ഞ ഒരു മെത്രാപ്പോലിത്ത, ഒരുപക്ഷെങ്കിൽ വേറെ ഒരു മെത്രാപ്പോലിത്തെ ഞാനങ്ങനെ കണ്ടിട്ടില്ല. വേറൊരു സമുദായത്തിൽ ചേർന്നാൽ പോലും, വേറൊരു മതത്തിൽ ചേർന്നാൽ പോലും ഞാൻ ഓർത്തഡോക്സ് സഭയിൽ ചേരില്ല എന്ന് ധൈര്യസമേതം പറഞ്ഞൊരു മെത്രാപ്പോലിത്തയാണ് തിമോത്തിയോസ് തിരുമേനി. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലുള്ളതായ ആ അതിശ്രേഷ്ഠമായ സ്ഥിരതയും അദ്ദേഹത്തിന് താൻ വിശ്വസിക്കുന്ന വിശ്വാസത്തോടുള്ളതായ യാതൊരു മറയുമില്ലാത്തതായ പ്രതിബദ്ധതയും ഈ സഭ എന്നും അതിശ്രേഷ്ഠമായി തന്നെ കാണുന്നു. ഇന്ന് ഈ യോഗം ഇവിടെ നടത്തുവാൻ ആരംഭിച്ച സമയത്ത് ഇതിൻ്റെ ചുമതലപ്പെട്ടവർ ബലഹീനനായ എന്നോട് ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയുണ്ടായി. ശ്രേഷ്ഠ നമ്മുടെ ആദരണീയനായ ആഭ്യന്തരമന്ത്രി, നമുക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട കോട്ടയത്തിൻ്റെ MLA കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് ഈ അനുഗ്രഹീത കൂടിവരവിനെ ധന്യമാക്കുവാനും അതുപോലെ തന്നെ ഈ വേദി അലങ്കരിക്കുവാനും ഇവിടെ എത്തിയിരിക്കുന്നു. കലുഷിതമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ മധ്യേയാണ് തികച്ചും സുസ്മരവദനായി നമുക്കദ്ദേഹത്തെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ചിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ സാറിൻ്റെ ചിരി ഞങ്ങൾക്കൊത്തിരി ആശ്വാസവും വലിയ സന്തുഷ്ടിയും പകർന്നു തരുന്നു. ഈ പ്രതിസന്ധി ഘട്ടം അതിജീവിക്കാൻ പ്രിയപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനും ഞങ്ങൾക്കെല്ലാം ആദരണീയനായ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനും ഈ ഗവൺമെൻറ്റിനും അത് സാധിക്കട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും സാന്ദർഭികമായിട്ടെങ്കിലും നേരത്തെ. ഞാനെൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അധിക പ്രസംഗമായിട്ട് പോകും. തിരുമേനിയുടെ വിശ്വാസത്തിലുള്ള, അടിയുറച്ച വിശ്വാസത്തിലുള്ളതായ സുസ്ഥിരമായ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ചാണ് ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത്. അഭിവന്ദനായ തിരുമേനി ആ നിലയ്ക്ക് ഞങ്ങൾക്കെല്ലാം, പ്രത്യേകിച്ച് വ്യക്തിപരമായി എനിക്കും അദ്ദേഹത്തിൻ്റെ ആ നിലപാട് എൻ്റെ ചിന്തകൾക്കും എൻ്റെ തീരുമാനങ്ങൾക്കുമൊക്കെ ഒത്തിരി സ്വാധീനം ചെയ്തു തന്നിട്ടുണ്ട് എന്നുകൂടി ഞാൻ ഈ സമയത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇനിയും ദീർഘകാലം ഈ സഭയുടെ ശുശ്രൂഷയിൽ, ഈ ഭദ്രാസനത്തിൻ്റെ മാത്രമല്ല, ഈ സഭയ്ക്ക് തുടർന്നും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ എല്ലാ നിലകളിലും ലഭിക്കുവാൻ സർവേശ്വരൻ തിരുമേനിക്ക് കൂടുതലായിട്ടുള്ള കൃപകളും അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മ നൽവരങ്ങളും ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനം അഭിമന്യ തിരുമേനിയെ ആദരിക്കുന്ന ഈ സന്ദർഭത്തിൽ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഡെക്കറേഷൻ ടൈറ്റിൽ നൽകി ആദരിക്കുന്നു എന്ന് എനിക്കും അറിയാൻ സാധിച്ചു. എന്നെ ഡമാസ്കസിൽ നിന്നും ലബനോനിൽ നിന്നും ബാവായുടെ പരിശുദ്ധ പിതാവിൻ്റെ സെക്രട്ടറി തിരുമേനി ഈ കാര്യം എന്നെ വിളിച്ചറിയിച്ചു. ഞാനതിൽ അതീവ സന്തുഷ്ടി രേഖപ്പെടുത്തി. യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക മെട്രോപൊളിറ്റൻ ട്രസ്റ്റിയുമായ അബുന്മ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് പരിശുദ്ധ പത്രീർക്കീസ് ബാവയ്ക്ക് തിരുമേനിക്ക് അങ്ങനെ ഒരു ആദരവും ഒരു ഓണറും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശുപാർശ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും തിരുമേനിക്കൊരു അനുഗ്രഹീത ടൈറ്റിൽ അദ്ദേഹത്തിൻ്റെ നാളിതുവരെയുള്ള ശുശ്രൂഷകൾ പരിഗണിച്ച്, അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ ശുശ്രൂഷകൾ പരിഗണിച്ച്
അദ്ദേഹത്തെ ടൈറ്റിൽ നൽകി ആദരിക്കുമ്പോൾ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും തന്നെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ പേക്ഷിയേക്കൽ വികാറായ ശുശ്രൂഷ ചെയ്യുന്ന അഭിമന്യ പിതാവായ ക്രിസോസ്റ്റമസ് തിരുമേനി എഴുന്നള്ളി വന്ന് ആ ചടങ്ങ് നിർവഹിക്കുന്നു എന്നുള്ളതും ഒരു ദൈവ നിയോഗവും ഒരു അനുഗ്രഹവുമായിട്ട് നമുക്ക് ഇതിനെ കാണാം. ഈ സന്ദർഭത്തിൽ ഈ ഭദ്രാസനത്തിൻ്റെ എല്ലാ പ്രവർത്തകരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. തികച്ചും അനുയോജിതമായ ഈ ചടങ്ങ് സമയബന്ധിതമായി ഇതിൽ നിർവഹിക്കുമ്പോൾ കൂടുതൽ സമയം അപഹരിക്കാതെ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും ഞാൻ വിരമിക്കുമ്പോൾ അഭിമന്യ തിരുമേനിക്ക് ഒരിക്കൽ കൂടി എല്ലാ ഭാവുകങ്ങളും നന്മകളും പുതിയ പ്രത്യേക ടൈറ്റിൽ ലഭിക്കുന്നതിലുള്ളതായ സന്തുഷ്ടിയും സന്തോഷവും അഭിനന്ദനങ്ങളും വിനയത്തോടുകൂടി അറിയിക്കുന്നു. എല്ലാ ആശംസകളും നന്മകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Your Eminence, Patriarchal Vicar Michael Mohr Chrysostomus Simon Metropolitan Patriarchal Vicar, ഇന്നത്തെ നമ്മുടെ ഈ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലിത്തായും ജൂബിലേറിയനും 65ാമത് ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്ന അഭിമന്യ പിതാവായ എൻ്റെ ജ്യേഷ്ഠ സഹോദരനുമായ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി, അഭിമന്യരായ പിതാക്കന്മാരെ, വന്യ കോർപ്പിസ്കോപ്പാച്ചന്മാരെ, വന്യ റമ്പാച്ചന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, ശമാശന്മാരെ, രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക മേഖലകളിലെ പ്രമുഖരെ, ഈ ഭദ്രാസനത്തിലെ കൗൺസിൽ മെമ്പേഴ്സ്, ഭക്തസംഘടനാ ഭാരവാഹികൾ, വർക്കിംഗ് കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരുപക്ഷെങ്കിൽ എൻ്റെ കഴിഞ്ഞ 20 വർഷക്കാലത്തെ മെത്രാപ്പോലിത്ത എന്ന നിലയിലുള്ള ശുശ്രൂഷയിൽ ആദ്യമായിട്ടാണ് അഭിമന്യനായ തിമോത്തിയോസ് തിരുമേനിയുടെ ആദരിക്കുന്ന അല്ലെങ്കിൽ തിരുമേനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോട്ടയം ഭദ്രാസനം ക്രമീകരിച്ച ഈ അനുഗ്രഹീത കൂടിവരവിൽ ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭദ്രാസനത്തോടുള്ള സ്നേഹവും കടപ്പാടും വിനയത്തോടുകൂടി അറിയിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം തിരുമേനിയുമായിട്ടുള്ള ബന്ധം ഒരു മെത്രാപ്പോലിത്ത അല്ലെങ്കിൽ സഹോദര മെത്രാപ്പോലിത്തന്മാർ എന്നതിലുപരിയായി 1970കളിലേക്ക് പുറകോട്ട് പോകുന്ന ഒരു ബന്ധമാണ്. പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയാണ് 1974 മാർച്ച് മാസം 25-ാം തീയതി മഞ്ഞിനിക്കര ദേറായിൽ വെച്ച് എനിക്ക് ശമാശപട്ടം തന്നത്. അന്ന് എനിക്ക് 13 വയസ്സ്. 1984 മാർച്ച് മാസം 25-ാം തീയതി ഞാൻ മുളന്തുരുത്തി വിശുദ്ധ മാർത്തോമൻ പള്ളിയിൽ വെച്ച് പുണ്യശ്ലോകനും പരിശുദ്ധനുമായ ബസേലിയോസ് പൗലോസ് രണ്ടാമൻ ബാവായിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. ഞാൻ വൈദികനാകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് കാലം ചെയ്ത ബാഹ്യ കേരളത്തിൻ്റെ മെത്രാപ്പോലിത്ത അഭിവന്ദനായ തേർഫിലോസ് തിരുമേനി എനിക്കൊരു കൽപ്പന എഴുതി. നിന്നെ ബാംഗ്ലൂർ പള്ളിയിൽ വികാരിയായിട്ട് നിയമിച്ചിരിക്കുന്നു. ഞാനന്ന് ശമാശനാണ്. ഞാൻ ബാംഗ്ലൂർ പള്ളിയിൽ ചുമതല ഏൽക്കുവാൻ ചെല്ലുമ്പോൾ എനിക്ക് പുരോഹിതൻ എന്നുള്ള നിലയിലുള്ള യാതൊരുവിധ ട്രെയിനിങ്ങുമില്ല. ഞാനൊരു പ്രോപ്പർ സെമിനാരി എഡ്യൂക്കേഷൻ നടത്തിയിട്ടുമില്ല. ബാംഗ്ലൂർ എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും BA എക്കണോമിക്സിൽ ബിരുദമെടുത്തിട്ടുണ്ട്. പെരുമ്പള്ളിയിൽ ഇന്നിവിടെയുള്ള പല വൈദികരോടുമൊപ്പം അവർ പഠിക്കുന്നതൊക്കെ കേട്ടും പഠിപ്പിക്കുന്നിടത്തൊക്കെ അല്പം സമയം കിട്ടുമ്പോഴൊക്കെ പോയിരുന്നും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരേ ഒരു ധനം അത് മറ്റൊന്നുമായിരുന്നില്ല. ഒരു 10 വർഷക്കാലം
പെരുമ്പള്ളി പള്ളിയിലും പെരുമ്പള്ളി തിരുമേനിയോടൊപ്പം നടന്നും അദ്ദേഹത്തോടു കൂടെ ഉണ്ടും ഉറങ്ങിയും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തുമൊക്കെ ലഭിച്ച ആരാധനയിലും ശുശ്രൂഷയിലുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളിൽ നിന്നുമൊക്കെ കിട്ടിയിട്ടുള്ള അദ്ദേഹം ഉയർത്തിപ്പിടിച്ച സത്യവിശ്വാസത്തിൻ്റെയും പരിശുദ്ധ സിംഹാസനത്തോടുള്ള ഭക്തിയുടെയും ഒക്കെ തീവ്രതയും അതിൻ്റെ സമ്പത്തുമാണ് യഥാർത്ഥത്തിൽ എൻ്റെ കൈവശമുണ്ടായിരുന്നത്. എന്നാൽ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും, ഞാൻ 84 ഓഗസ്റ്റ് മാസം ബാംഗ്ലൂരിൽ ചാർജ് എടുക്കുമ്പോൾ 2 മാസങ്ങൾക്ക് മുമ്പ് ഞാനവിടെ ചെന്നു. എനിക്ക് ഒരു വൈദികൻ എന്നുള്ള നിലയിൽ എന്നെ രൂപപ്പെടുത്തിയെടുത്തത് യഥാർത്ഥത്തിൽ അന്നത്തെ മുറിയാങ്കൽ തോമസ് അച്ഛനാണ്. ഞാൻ ഏറ്റെടുത്ത ജോലിയുടെ ഗാംഭീര്യം, അതിൻ്റെ ചാലഞ്ച് എത്രമാത്രം വലുതാണെന്ന് എനിക്ക് പിന്നീടാണ് ബോധ്യപ്പെട്ടത്. എനിക്ക് തോമസ് അച്ഛനെ അറിയില്ല, എനിക്ക് ബാംഗ്ലൂർ പള്ളിയെക്കുറിച്ച് അറിയില്ല. ഞാൻ ഒരിക്കൽ മണലേശ്വരി അച്ഛനുമായിട്ട് ഞങ്ങൾ ഷമാശന്മാരായിരിക്കുമ്പോൾ ബാംഗ്ലൂർക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ട്. എൻ്റെ സഹോദരനും അച്ഛൻ്റെ സഹോദരനും അവിടെ ജോലി ചെയ്തിരുന്നപ്പോൾ അപ്പോഴുള്ള ഒരു ബാംഗ്ലൂരിൻ്റെ ചിത്രം മാത്രമേ എനിക്കുള്ളൂ. അന്ന് ബാംഗ്ലൂർ സെൻറ്റ് മേരീസ് യാക്കോബായ പള്ളി, അതിൻ്റെ ചരിത്രങ്ങൾ ഒക്കെ ഇവിടെ പറയുക എന്നുള്ളത് സാധ്യമാണ്. എന്നാൽ അന്നത്തെ സെൻറ്റ് മേരീസ്, ഇന്നത്തെ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു മുറിയും ഒരു അടുക്കളയും മാത്രമുള്ള, മുകളിലേക്ക് സ്കെൽട്ടനായി നിൽക്കുന്ന, ദേവാലയം പണിയുവാനുള്ള സ്ഥലവും പാർസനേജിനുള്ളതായ സംവിധാനങ്ങളൊക്കെ ചേർത്തുള്ള ഒരു 3 നില ബിൽഡിംഗ് അവിടെയുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് അന്ന് കുർബാന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഞങ്ങളെ 2 പേരെയും കണ്ടാൽ സഹോദരങ്ങൾ അല്ല എന്ന് ആരും തന്നെ പറയില്ല. അതുപോലുള്ള രൂപസാദൃശ്യം ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്നു. ഇന്നും അല്പമൊക്കെ രൂപസാദൃശ്യം ഇല്ലായികയൊന്നുമില്ല. അല്പം വ്യത്യാസമുണ്ടെങ്കിൽ കൂടിയും എനിക്ക് 2 മാസക്കാലം തിരുമേനി തന്ന ട്രെയിനിങ്, തിരുമേനി ഞങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിൽ 2 കട്ടിലിൽ കിടന്ന് ഉറങ്ങിയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും അന്ന് അവിടെയുള്ള ഭവനങ്ങൾ എല്ലാം സന്ദർശിച്ചും എനിക്ക് തന്ന ആ വളരെ റിച്ചായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അത് എൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ ഞാൻ എന്നും വളരെ വലിയ ഒരു അമൂല്യനിധിയായി സൂക്ഷിക്കുന്നുണ്ട്. അതൊന്ന് തുറന്നു പറയാൻ ഉള്ള ഒരു അവസരം, അതൊരു പൊതുവേദിയിൽ പറയാനുള്ള അവസരം എനിക്ക് ഇന്ന് വരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നുമില്ല. ഇപ്പോഴാണ് അങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹീത സദസ്സിൽ, ഈ സഭയിലെ ഒരു എളിയ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എന്നെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷ, പ്രത്യേകമായ യാതൊരു വിധത്തിലുള്ളതായ ട്രെയിനിങ്ങും ഇല്ലാതെ എന്നെ അവിടേക്ക് പറഞ്ഞയച്ചപ്പോൾ അതിലെന്നെ പാകപ്പെടുത്തിയെടുക്കുന്നതിൽ ഒത്തിരി സഹായിച്ച അഭിമന്യ തിരുമേനിയോട്, തോമസ് അച്ഛനോട് അന്ന് എനിക്ക് തുടങ്ങിയ ഒരു ആരാധന, അന്ന് അദ്ദേഹത്തോട് എനിക്ക് തോന്നിയതായ ഒരു പ്രത്യേക സ്നേഹവും ബന്ധവും, അതിന് ഇന്ന് വരെയും യഥാർത്ഥത്തിൽ ആ ബന്ധത്തിനൊരു കുറവും സംഭവിച്ചിട്ടില്ല. അഭിപ്രായങ്ങൾ ഉള്ളിടത്ത് നിശ്ചയമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അതുപോലുള്ളതായ അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലുള്ളതായ സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമൊക്കെ ഒരു സഭ എന്നുള്ള നില നിശ്ചയമായിട്ടും ഈ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. കോട്ടയം ഭദ്രാസനം യഥാർത്ഥത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു പ്രവർത്തന ശൈലിയുടെ ഭദ്രാസനമാണ്. കോട്ടയം ഭദ്രാസനം യാക്കോബായ സുറിയാനി സഭയിൽ ഒരു ഫേവറേറ്റ് ഡയസിസ് ആണെന്ന് ഞാൻ പറയും. ഒരുപക്ഷെങ്കിൽ ഏറ്റവും വലിയ ഭദ്രാസനം, നമുക്ക് അഭിമാനമുള്ള ഒരു ഭദ്രാസനം അങ്കമാലി ഭദ്രാസനമാണ് എങ്കിൽ ഞങ്ങളുടെ എല്ലാം ഒരു ഫേവറേറ്റ് ഡയസിസ് ആണ് കോട്ടയം ഭദ്രാസനം. കോട്ടയത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അത് ഞാനിവിടെ വിവരിക്കേണ്ട കാര്യമല്ല, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാവുന്ന കാര്യവുമാണ്. കോട്ടയത്തിൻ്റെ ഈ പട്ടണത്തിൻ്റെ വെല്ലുവിളികൾക്കനുസരിച്ച് ഒരു സഭാ സമൂഹത്തിൽ എങ്ങനെയാണ് സാക്ഷ്യം നിർവഹിക്കേണ്ടതെന്നുള്ളതായ നല്ല ബോധ്യം ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള എല്ലാ അഭിമന്യരായ തിരുമേനിമാർക്കും ഉണ്ടായിട്ടുണ്ട്. കോട്ടയം ഭദ്രാസനം ഒരു ഫേവറേറ്റ് ഡയസിസായി പറയാനുള്ള കാരണം, ഈ ഭദ്രാസനത്തെ ഒത്തിരി സ്നേഹിച്ചിട്ടുള്ള ഈ ഭദ്രാസനം
ഇന്നും നെഞ്ചിലേറ്റ് സ്നേഹിക്കുന്ന പുണ്യശ്ലോകനായ പരിശുദ്ധനായ ബസേലിയോസ് പൗലോസ് രണ്ടാമൻ ബാവായുടെ ഈ ഭദ്രാസനത്തോടുള്ള അടുപ്പവും സ്നേഹവും സഹവാസവും അതിന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു അനുഗ്രഹീത ഇടവക. സർവോപരി പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ സാന്നിധ്യവും നേതൃത്വവും എത്രമാത്രം ഈ ഭദ്രാസനത്തെ മുൻപോട്ട് നയിച്ചു എന്നുള്ളത് വാക്കുകളിൽ പറഞ്ഞറിയിക്കുക അസാധ്യമാണ്. പിന്നീട് അഭിവന്ദനായ തീമോത്തിയോസ് തിരുമേനിയുടെ കടന്നുവരവും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ അനുഗ്രഹീത ഭദ്രാസനം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലുള്ളതായ സഭ ഒരു സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് എല്ലാ തലങ്ങളിലും സൂക്ഷ്മതയോടുകൂടി വീക്ഷിച്ചും നിരീക്ഷിച്ചും അത് പ്രാവർത്തികമാക്കിയും കൊണ്ട് തിരുമേനി തൻ്റെ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകുന്നു. ഒത്തിരി പ്രശംസനീയമായ ധാരാളം ശുശ്രൂഷകൾക്ക് തിരുമേനി നേതൃത്വം കൊടുക്കുന്നുണ്ട്. ബാഹ്യകേരള ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയായി സുദീർഘകാലമുള്ള അദ്ദേഹത്തിൻ്റെ സേവനം വിസ്മരിക്കുക അസാധ്യമാണ്. തേഫലോസ് തിരുമേനി പുണ്യശ്ലോകനായ തേഫലോസ് തിരുമേനി കാലം ചെയ്യുമ്പോൾ ബാഹ്യകേരള ഭദ്രാസനം ഒന്നുമായിരുന്നില്ല. ബാംഗ്ലൂരിലെ സെൻറ്റ് മേരീസ് ദേവാലയം പണിതത് അടക്കമുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസിലെല്ലാം തന്നെ യാക്കോബായ സുറിയാനി സഭയ്ക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നതിൽ അഭിവന്ദനായ തീമോത്തിയോസ് തിരുമേനി അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുള്ളത് ഇവിടെ വിസ്മരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ തിരുമേനിയുടെ ദീർഘകാലത്തെ വീക്ഷണവും ശുശ്രൂഷയുമാണ് ഇന്ന് ബാഹ്യകേരള ഭദ്രാസനം 4 ഭദ്രാസനങ്ങളാക്കി തിരിക്കുന്നതിനുള്ളത് അടിത്തറയിട്ടതും അതിനുള്ളതായ പ്രവർത്തനങ്ങൾ തിരുമേനിയിലൂടെ ആരംഭിച്ചതാണ് ഈ അടുത്ത കാലങ്ങളിൽ പൂവണിഞ്ഞത് എന്നുള്ളതും അതിൻ്റെയും എല്ലാ വിധത്തിലുള്ളതായ പ്രശംസയും തിരുമേനിയിൽ തന്നെ ചെന്നെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുൻ ബാഹ്യകേരള ഭദ്രാസനത്തിലെ ആർക്കും തന്നെ തിരുമേനിയെ ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള അവരുടെ വളർച്ചയുടെയും ഭദ്രാസനത്തിൻ്റെ വളർച്ചയുടെയും നിലനിൽപ്പിൻ്റെയും ഒരു ഫാക്ടർ, ഒരു ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ഘടകമായി ആ ഭദ്രാസനങ്ങൾ, ഇപ്പോഴുള്ള ഭദ്രാസനങ്ങളിലെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് കേൾക്കുമ്പോഴും ഞാൻ പറയുന്നത് ഒരു നിശ്ചയമായിട്ടും അതിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു കോട്ടയം ഭദ്രാസനം വേറിട്ട് നിൽക്കുന്ന ഒരു ഭദ്രാസനമാണ് എന്ന്. ഒന്നിനായ പുളിക്കപ്പറമ്പിൽ ജോസഫ് കോറപ്പിസ്കോപ്പ അച്ഛൻ്റെ കാലം മുതൽക്ക് എനിക്കറിയാം ഒരു ഭദ്രാസനം എങ്ങനെയൊക്കെ അതിൻ്റെ ഓഫീസ് ഫങ്ഷൻ ചെയ്യണം, വൈദികരുടെ ശമ്പളം, വൈദികരുടെ പൂളിംഗ് സംബന്ധിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ കമ്മ്യൂണിക്കേഷൻസുമൊക്കെ ഇത്ര ശ്രേഷ്ഠമായ നിലയിൽ അത് ഓർഗനൈസ് ചെയ്ത് ഒരു പാരമ്പര്യം ഈ ഭദ്രാസനത്തിന് രൂപപ്പെടുത്തിയെടുത്തത് യഥാർത്ഥത്തിൽ കാലം ചെയ്ത ദിവംഗതനായ പുളിക്കപ്പറമ്പിൽ ജോസഫ് കോറപ്പിസ്കോപ്പ അച്ഛനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മുതൽക്കിങ്ങോട്ട് യഥാർത്ഥത്തിൽ ഈ ഭദ്രാസനം എന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ഭദ്രാസനം തന്നെയാണ്. ഇന്നത്തെ ഈ പബ്ലിക് മീറ്റിംഗ് തന്നെ എടുത്തു നോക്കിയാൽ നിശ്ചയമായിട്ടും അതിനും അതിൻ്റേതായ ഒരു പുതുമയുണ്ട്. ഈ യോഗം നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് ഒട്ടും തന്നെ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും ഇവിടെ വലിയ പ്രസക്തിയൊന്നുമില്ല. ഞാൻ ആ ഭാഗമൊക്കെ വിടട്ടെ. എനിക്ക് അഭിവന്ദനായ തിരുമേനിയോടുള്ള ആദരവും അദ്ദേഹത്തോടുള്ളതായ ബഹുമാനവും അദ്ദേഹത്തോടുള്ള കടപ്പാടുമൊക്കെ എത്രമാത്രമുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്ന ഭാഷകളിലൊക്കെ ഞാനിവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ടും തിരുമേനിയുടെ 50 വർഷക്കാലത്തെ ശുശ്രൂഷ ഈ സഭയ്ക്ക് എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്നുള്ളതും മെത്രാപ്പോലിത്ത എന്നുള്ള നിലയിൽ തൻ്റെ ശുശ്രൂഷ പ്രത്യേകിച്ചും 1996 സുപ്രീം കോടതി വിധിക്ക് ശേഷമുള്ള സഭാന്തരീക്ഷത്തിൻ്റെ കലുഷിതമായ സാഹചര്യങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ അഭിവന്ദനായ തീമോത്തിയോസ് തിരുമേനി എടുത്ത വളരെ സുധീരമായ ധൈര്യസമേതമുള്ള തീരുമാനം ഈ സഭയ്ക്ക് ഒരു കാലത്തും മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. 96 മുതൽക്കുള്ള 2 വർഷക്കാലം ഒരു ടോട്ടൽ കൺഫ്യൂഷൻ്റെ കാലം തന്നെയായിരുന്നു. സുപ്രീം കോടതി വിധിയും അതിനനുബന്ധമായിട്ടുള്ള വിധികളും മറ്റ് നടപടിക്രമങ്ങളും അസോസിയേഷനും പരിമല അസോസിയേഷനും പുത്തൻകുരിശ് അസോസിയേഷനും യാക്കോബായ സഭയുടെ 2000 കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം സഭയുടെ സുപ്രധാനമായ ഓരോ സന്ദർഭങ്ങളായിരുന്നു. 2-3 മെത്രാപ്പോലിത്തന്മാർ 4 മെത്രാപ്പോലിത്തന്മാർ സഭ വിട്ടുപോയ സന്ദർഭങ്ങൾ, ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഈ അനുഗ്രഹീത സഭയോട് ചേർന്ന് നിന്ന്
പരിശുദ്ധ സിംഹാസനത്തോട് ചേർന്ന് നിന്ന്, സഭാ നേതൃത്വത്തോട് ചേർന്ന് നിന്ന് ഏറ്റവും സുശക്തമായ നിലയിൽ സഭയെ മുൻപോട്ട് നയിക്കുന്നതിൽ അഭിനന്ദനായ തീമോത്തിയോസ് തിരുമേനി വഹിച്ചിട്ടുള്ള പങ്ക് മറന്നു പോകുന്നത് തികച്ചും നന്ദികേടാണ്. അത് വിസ്മരിക്കുവാൻ ഓർമ്മശക്തിയുള്ള ആർക്കും സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ നേർക്കാഴ്ചകളും അതിൻ്റെ അനുഭവസത്തെയും ഏറ്റവും കൂടുതൽ അടുത്ത് അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഒരു സന്ദർഭത്തിൽ എന്നോട് ചോദിച്ചു, തിരുമേനിയുടെ ഉദ്ദേശം എന്താണെന്ന് എന്നോട് ചോദിച്ചു. ഒരുപക്ഷെ അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടായിരിക്കാം. എന്നെ ഒത്തിരി തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് 96, 97, 98 കാലഘട്ടങ്ങൾ. അന്ന് മറ്റ് സഭ വിട്ടുപോയ മെത്രാപ്പോലിത്തന്മാരോടൊപ്പം ഞാൻ പോകുമെന്നുള്ള ഒത്തിരി വാർത്തകൾ അവിടെയും ഇവിടെയുമൊക്കെ പരത്തുകയുണ്ടായി. പക്ഷേ തീമോത്തിയോസ് തിരുമേനിയുമായി കാര്യങ്ങൾ എപ്പോഴും ആശയവിനിമയം നടത്തുകയും സഭയെടുക്കുന്ന തീരുമാനത്തിനോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്ത ഒരു കാലഘട്ടമാണ്. 98 മുതൽക്കുള്ള കാലഘട്ടം തികച്ചും സങ്കീർണമായിരുന്നു. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഓരോ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ശ്രേഷ്ഠ ബാവ തിരുമേനി എന്ന ദിവനാസ്യോസ് തിരുമേനിയാണ്. ദിവനാസ്യോസ് തിരുമേനിയും ഞാനും മാത്രമേ സ്ഥലത്തുള്ളൂ. പെരുമ്പള്ളി തിരുമേനിയുടെ കാലശേഷം കാര്യങ്ങൾ പിന്നെ തീരുമാനമെടുക്കുന്നതിലുമൊക്കെ പ്രത്യേകിച്ചും ഞങ്ങൾ രണ്ടുപേരുമാണ് ഒരുമിച്ച് നിന്നത്. അന്ന് ഓരോ സന്ദർഭങ്ങളിലും ഒരു ടെലിഫോൺ കോൾ മാത്രം മതി. തിരുമേനി ഒരു പക്ഷേങ്കിൽ ബാഹ്യകേരള ഭദ്രാസനത്തിൻ്റെ ചുമതലയുമായി ബന്ധപ്പെട്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റിലായിരിക്കും. ആ സന്ദർഭങ്ങളിലെല്ലാം അഭിനന്ദനായ തീമോത്തിയോസ് തിരുമേനിയും അതുപോലെ തന്നെ മലബാർ ഭദ്രാസനത്തിൻ്റെ വലിയ മെത്രാപ്പോലിത്തയായ മോർ ഫീലക്സിനോസ് തിരുമേനിയും ഇവർ രണ്ടുപേരോടും ഒരു ടെലിഫോണിലൂടെയുള്ള ഒറ്റ സംഭാഷണത്തിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന നിലയിൽ നടപ്പാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് 96 ശേഷമുള്ള സഭയുടെ ചരിത്രത്തിലെ 98, 99, 2000 വർഷവും അതിനുശേഷമുള്ള വർഷങ്ങളിലെയും ഓരോ സുപ്രധാന തീരുമാനങ്ങൾക്കും പിന്നിൽ ഈ തിരുമേനിമാരുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ശ്രേഷ്ഠ ബാവ തിരുമേനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നിശ്ചയമായിട്ടും ഇന്ന് നമ്മുടെ സഭ വന്നു നിൽക്കുന്ന ഈ വളർച്ചയുടെ പടവുകളിൽ തീമോത്തിയോസ് തിരുമേനിയുടെ കോൺട്രിബ്യൂഷൻ ആർക്കും നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ വിശ്വസിക്കുന്നു അഭിനന്ദനായ തീമോത്തിയോസ് തിരുമേനിക്ക് ഇപ്പോൾ 65 വയസ്സ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ദൈവം ആയുസ്സ് കൊടുക്കണമെന്നുള്ളതായ പ്രാർത്ഥനയാണ് എനിക്കിവിടെ നിർവഹിക്കുവാനുള്ളത് ദൈവസന്നിധിയിൽ. അദ്ദേഹത്തിന് 50 വർഷക്കാലം അദ്ദേഹം ഈ ശുശ്രൂഷയിൽ ശമാശനായ കാലം മുതൽക്ക് ശ്രേഷ്ഠ പുണ്യശ്ലോകനായ പരിശുദ്ധനായ ബസേലിയോസ് പൗലോസ് രണ്ടാമൻ ബാവായുടെ ഒരു നിഴൽ പോലെ അദ്ദേഹത്തെ എന്നും അതിശ്രേഷ്ഠതയോടുകൂടി ആരാധിക്കുകയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു രീതിയായിരുന്നു തീമോത്തിയോസ് തിരുമേനിക്ക്. സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മറ്റൊരു സമുദായത്തിൽ ചേർന്നാൽ പോലും ഓർത്തഡോക്സ് സഭയിൽ ചേരില്ല എന്നുള്ള വളരെ ശക്തമായ അഭിപ്രായം തുറന്നു പറഞ്ഞ ഒരു മെത്രാപ്പോലിത്ത ഒരുപക്ഷെങ്കിൽ വേറെ ഒരു മെത്രാപ്പോലിത്തെ ഞാനങ്ങനെ കണ്ടിട്ടില്ല. വേറൊരു സമുദായത്തിൽ ചേർന്നാൽ പോലും വേറൊരു മതത്തിൽ ചേർന്നാൽ പോലും ഞാൻ ഓർത്തഡോക്സ് സഭയിൽ ചേരില്ല എന്ന് ധൈര്യസമേതം പറഞ്ഞൊരു മെത്രാപ്പോലിത്തയാണ് തീമോത്തിയോസ് തിരുമേനി. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലുള്ളതായ ആ അതിശ്രേഷ്ഠമായ സ്ഥിരതയും അദ്ദേഹത്തിന് താൻ വിശ്വസിക്കുന്ന വിശ്വാസത്തോടുള്ളതായ യാതൊരു മറയുമില്ലാത്തതായ പ്രതിബദ്ധതയും ഈ സഭ എന്നും അതിശ്രേഷ്ഠമായി തന്നെ കാണുന്നു. ഇന്ന് ഈ യോഗം ഇവിടെ നടത്തുവാൻ ആരംഭിച്ച സമയത്ത് ഇതിൻ്റെ ചുമതലപ്പെട്ടവർ ബലഹീനനായ എന്നോട് ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയുണ്ടായി. ശ്രേഷ്ഠ നമ്മുടെ ആദരണീയനായ ആഭ്യന്തരമന്ത്രി, നമുക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട കോട്ടയത്തിൻ്റെ MLA കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് ഈ അനുഗ്രഹീത കൂടിവരവിനെ ധന്യമാക്കുവാനും അതുപോലെ തന്നെ ഈ വേദി അലങ്കരിക്കുവാനും ഇവിടെ എത്തിയിരിക്കുന്നു. കലുഷിതമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ മധ്യേയാണ് തികച്ചും സുസ്മരവദനായി നമുക്ക് അദ്ദേഹത്തെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ചിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ സാറിൻ്റെ ചിരി ഞങ്ങൾക്കൊത്തിരി ആശ്വാസവും വലിയ സന്തുഷ്ടിയും പകർന്നു തരുന്നു. ഈ പ്രതിസന്ധി ഘട്ടം അതിജീവിക്കാൻ പ്രിയപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനും
ഞങ്ങൾക്കെല്ലാം ആദരണീയനായ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനും ഈ ഗവൺമെൻറ്റിനും അത് സാധിക്കട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും സാന്ദർഭികമായിട്ടെങ്കിലും നേരത്തെ. ഞാനെൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അധിക പ്രസംഗമായിട്ട് പോകും. തിരുമേനിയുടെ വിശ്വാസത്തിലുള്ള, അടിയുറച്ച വിശ്വാസത്തിലുള്ളതായ സുസ്ഥിരമായ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ചാണ് ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത്. അഭിവന്ദനായ തിരുമേനി ആ നിലയ്ക്ക് ഞങ്ങൾക്കെല്ലാം, പ്രത്യേകിച്ച് വ്യക്തിപരമായി എനിക്കും, അദ്ദേഹത്തിൻ്റെ ആ നിലപാട് എൻ്റെ ചിന്തകൾക്കും എൻ്റെ തീരുമാനങ്ങൾക്കുമൊക്കെ ഒത്തിരി സ്വാധീനം ചെയ്തു തന്നിട്ടുണ്ട് എന്നുകൂടി ഞാൻ ഈ സമയത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇനിയും ദീർഘകാലം ഈ സഭയുടെ ശുശ്രൂഷയിൽ, ഈ ഭദ്രാസനത്തിൻ്റെ മാത്രമല്ല, ഈ സഭയ്ക്ക് തുടർന്നും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ എല്ലാ നിലകളിലും ലഭിക്കുവാൻ സർവേശ്വരൻ തിരുമേനിക്ക് കൂടുതലായിട്ടുള്ള കൃപകളും അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മ നൽവരങ്ങളും ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനം അഭിമന്യ തിരുമേനിയെ ആദരിക്കുന്ന ഈ സന്ദർഭത്തിൽ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഡെക്കറേഷൻ, ടൈറ്റിൽ നൽകി ആദരിക്കുന്നു എന്ന് എനിക്കും അറിയാൻ സാധിച്ചു. എന്നെ ഡമാസ്കസിൽ നിന്നും ലബനോനിൽ നിന്നും ബാവായുടെ പരിശുദ്ധ പിതാവിൻ്റെ സെക്രട്ടറി തിരുമേനി ഈ കാര്യം എന്നെ വിളിച്ചറിയിച്ചു. ഞാനതിൽ അതീവ സന്തുഷ്ടി രേഖപ്പെടുത്തി. യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക മെട്രോപൊളിറ്റൻ ട്രസ്റ്റിയുമായ അബുന്മ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് പരിശുദ്ധ പത്രീർക്കീസ് ബാവയ്ക്ക് തിരുമേനിക്ക് അങ്ങനെ ഒരു ആദരവും ഒരു ഓണറും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശുപാർശ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും തിരുമേനിക്കൊരു അനുഗ്രഹീത ടൈറ്റിൽ അദ്ദേഹത്തിൻ്റെ നാളിതുവരെയുള്ള ശുശ്രൂഷകൾ പരിഗണിച്ച്, അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ ശുശ്രൂഷകൾ പരിഗണിച്ച് അദ്ദേഹത്തെ ടൈറ്റിൽ നൽകി ആദരിക്കുമ്പോൾ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും തന്നെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ പെറ്റിയക്കൽ വികാറായ ശുശ്രൂഷ ചെയ്യുന്ന അഭിമന്യ പിതാവായ ക്രിസോസ്റ്റമസ് തിരുമേനി എഴുന്നള്ളി വന്ന് ആ ചടങ്ങ് നിർവഹിക്കുന്നു എന്നുള്ളതും ഒരു ദൈവ നിയോഗവും ഒരു അനുഗ്രഹവുമായിട്ട് നമുക്ക് ഇതിനെ കാണാം. ഈ സന്ദർഭത്തിൽ ഈ ഭദ്രാസനത്തിൻ്റെ എല്ലാ പ്രവർത്തകരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. തികച്ചും അനുയോജിതമായ ഈ ചടങ്ങ് സമയബന്ധിതമായി ഇതിൽ നിർവഹിക്കുമ്പോൾ കൂടുതൽ സമയം അപഹരിക്കാതെ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും ഞാൻ വിരമിക്കുമ്പോൾ അഭിമന്യ തിരുമേനിക്ക് ഒരിക്കൽ കൂടി എല്ലാ ഭാവുകങ്ങളും നന്മകളും പുതിയ പ്രത്യേക ടൈറ്റിൽ ലഭിക്കുന്നതിലുള്ളതായ സന്തുഷ്ടിയും സന്തോഷവും അഭിനന്ദനങ്ങളും വിനയത്തോടുകൂടി അറിയിക്കുന്നു. എല്ലാ ആശംസകളും നന്മകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.